ഹലോ, അപ്പം ഞാൻ വീണ്ടും വന്നു FJ ട്രോൾസുമായിട്ട്. അപ്പം ഇന്ന് നമ്മള് കാണാൻ പോകുന്നത് ഒരു ഗുഹയാണ്. അപ്പം നിങ്ങൾ ഈ വെള്ളച്ചാട്ടം മാത്രം കണ്ടു കണ്ട് മടുത്ത് കാണുമായിരിക്കും അല്ലെ. അതുകൊണ്ട് ഇന്ന് നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുക. നമ്മള് ഒരു ഗുഹയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ. ഇതാ എന്റെ വീട് പുറകെ കാണുന്നത്. അപ്പം എന്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അതിൽ കൂടുതലില്ല. അപ്പം അവിടം വരെ ഒന്ന് പോയി അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു ഞാന്. അപ്പം പിന്നെ നമുക്ക് ആ ഗുഹ പോയി കണ്ടിട്ട് വരാം. അപ്പൊ നമ്മള് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടം വരെ നമുക്ക് വണ്ടി വരത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി ഉള്ളിലായി സംഭവം. പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ കയറാവുള്ളൂ. ചുമ്മാ വലിഞ്ഞ് കയറരുത്. ഞങ്ങൾ ഇതുപോലെ ചോദിച്ചിട്ടാണ് ഞങ്ങള് കയറിയത്. പിന്നെ മേളിൽ നിന്ന് അരുവി വരുന്നുണ്ട്, ഒരു ഇച്ചിരി വെള്ളം വരുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല രസമാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ, നല്ല തണുത്ത വെള്ളമാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറി പോവാം. വാ. ഇതിച്ചിരി റിസ്കി ഷോട്ടാണ് കേട്ടോ. നമ്മള് കല്ലും മണ്ണും ഒക്കെ കയറി പോകണം നമ്മള്. ബാ. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ കിണർ നോക്കാം. അടിപൊളി വെള്ളം കേട്ടോ, അടിപൊളി വെള്ളം, നല്ല തെളിനീര് വെള്ളം. ഇതൊന്ന് കണ്ടോ നിങ്ങള്? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് എന്നാ അടിപൊളിയാ. ആ ഉറവയൊക്കെ വരുന്ന കണ്ടോ, ആ ഉറവയൊക്കെ ആയിട്ട് മലയെന്ന് വരുന്ന ഈ വെള്ളം, പ്യുവർ വെള്ളം. ഇതാണ് ഞങ്ങളുടെ നാടിന്റെ ഒരു ഗുണം. ഞങ്ങളെല്ലാം മൊത്തം പ്യൂർനെസ് ആണ് നമുക്ക്. അപ്പൊ നമ്മള് ഗുഹ കണ്ടില്ലല്ലോ അല്ലെ. നമുക്ക് അങ്ങോട്ട് പോയി ഗുഹയും കൂടെ ഒന്ന് കാണാം. ഇപ്പൊ നമ്മള് അവിടെ കേട്ടോ നമ്മുടെ ഗുഹ. ഇത് ഈ റിസ്കിയും കൂടെ നമ്മൾ കയറണം. നമുക്ക് വലിഞ്ഞ് കയറാം. വാ, വലിഞ്ഞ് കയറാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രൈവറ്റാ കേട്ടോ. അത് ചോദിച്ചിട്ടേ കയറാവുള്ളൂ, അല്ലാതെ ചുമ്മാ ഒന്നും കയറല്ലോ കേട്ടോ. അപ്പൊ ഈ പോകുന്ന വഴിക്കെല്ലാം കേട്ടോ റബ്ബർ തോട്ടത്തിൽ കൂടെ വേണം കേട്ടോ നമ്മൾ ഈ പോവാനൊക്കെ. ഓ ദൈവമേ, വീണ്ടും റിസ്ക്. ഈ മലയും കയറണമല്ലോ. ഇത് ഇച്ചിരി റിസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. പിന്നെ നല്ല രസമുണ്ട്, കൊക്കോവും റബ്ബറും. ബാ ബാ. അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ പറഞ്ഞ ഗുഹയിലോട്ട് വന്നു. പിന്നെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറി പോയി നോക്കാം. വാ. അകത്ത് വവ്വാലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ ഇച്ചിരി ഇരുണ്ട് നിൽക്കുന്നോണ്ട് പിന്നെ അകത്ത് ഇത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട് കേട്ടോ. ഗൈഡ് നമ്മുടെ ബീച്ചേട്ടനാണ് നമുക്ക് ഈ അറിവെല്ലാം പറഞ്ഞു തന്നത്. അപ്പം ബീച്ചേട്ടനെ നമുക്ക് കാണിക്കാം. വാ. വവ്വാല് പറന്ന് നടക്കുന്നത് കാണുന്നത്. പിന്നെ അങ്ങോട്ട് അകത്തോട്ട് നമുക്ക് നടന്നു പോവാം.
ഇപ്പം വെള്ളമൊക്കെ ഉള്ളതുകൊണ്ടേ നമ്മൾ അങ്ങോട്ട് പോകാൻ നോക്കുന്നില്ല. ഇപ്പം ഇതാണ് ഇതിൻ്റെ ആഘോഷം. ഇതാ നമ്മൾ പറഞ്ഞ ബീച്ചേട്ടൻ ഇതാ കേട്ടോ, നമ്മുടെ നാട്ടുകാരനാണ്. ബീച്ചേട്ടനാണ് നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ആ മുമ്പേ അവിടെ നിന്ന് വെള്ളം വീഴുന്ന അവിടെ നിന്ന് മഴക്കാലത്ത് അത്രയും വട്ടത്തിൽ ഇങ്ങനെ വെള്ളം വരുമെന്നാണ്. വേനൽക്കാലമായതുകൊണ്ട് ഇത്രയും വെള്ളമുള്ളത്. ഇതൊരു ചെറിയ ഗുഹയാണ്. അത് ഇതിൽ ശരി നടക്കും. ആ ഗുഹ അകത്തോട്ട് ഒത്തിരി ഉണ്ട്, പക്ഷെ അങ്ങോട്ട് ആരും ഇതുവരെയായിട്ട് പോയിട്ടില്ല കേട്ടോ, ചെറിയതായതുകൊണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം പിച്ചിട്ട് തല വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളിയാണ്, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗുഹ. അപ്പം കണ്ടല്ലോ അല്ലേ, ഗുഹയെല്ലാം കണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നിന്ന് വെള്ളമൊക്കെ പിന്നെ നാട്ടുകാരും എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ണിക്കുപ്പ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയും സ്കൂളിലോട്ടും എല്ലാം വെള്ളം ഇവിടെ തന്നെയാണ് എടുക്കുന്നത്. മോട്ടറൊന്നും ഇല്ല കേട്ടോ, അല്ലാതെ തന്നെയാണ് നമുക്ക് ഈ വെള്ളം അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പം നിങ്ങൾ മറക്കല്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ മറന്നുപോയി, ബീച്ചാറിന് ഒരു താങ്ക്സ് ഉണ്ട്. കാര്യം ബീച്ചാറിനാണ് നമ്മളെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഞാനും രാമനെ കുറച്ചൊന്ന് ചുറ്റിയായിരുന്നു. അപ്പോൾ ബീച്ചാറിനാണ് നമ്മളെ ഇങ്ങോട്ട് ഗൈഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഏതായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കൂടിയാൽ മാത്രമേ നമ്മുടെ പരിപാടി ഗംഭീരമാകൂ.